തികച്ചും ജനാധിപത്യപരമായി ഒരു പ്രസ്ഥാനം നേരിട്ട് ഗവർണറെ പ്രതിരോധിക്കുന്ന കാഴ്ചയ്ക്കായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സാക്ഷ്യം വഹിച്ചത്. സംഘി ഗവർണർ ഗോ ബാക്ക് വിളിച്ചുകൊണ്ടായിരുന്നു SFI പ്രതിഷേധം. SFI പ്രതിഷേധത്തിന് മുന്നിൽ നിശ്ചയിച്ചതിലും നേരത്തെ ക്യാമ്പസിൽ നിന്നും യാത്ര തിരിക്കേണ്ട അവസ്ഥയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്. ചരിത്ര സംഭവമായിരുന്നു SFIയുടെ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം. 4 മണിയുടെ സെമിനാറിൽ പങ്കെടുക്കാനിറങ്ങിയ ഗവർണറെ പ്രതിഷേധം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ SFI നേതൃത്വത്തിൽ സർവകലാശാല പരീക്ഷാ ഭവനിൽ നിന്നും മുദ്രാവാക്യം വിളികളോടെ ഗസ്റ്റ് ഹൗസിന് നേരെ വന്നത്. ഗസ്റ്റ് ഹൗസിന് 100 മീറ്റർ അപ്പുറം പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് മാർച്ച് തടഞ്ഞു. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചും കറുത്ത ബാഡ്ജുകളും ബാനറുകളും ബലൂണുകളും ഉയർത്തിക്കാട്ടിയും എത്തിയ വിദ്യാർത്ഥികൾ പോലീസ് മാർച്ച് തടഞ്ഞതോടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചത് ജനാധിപത്യപരമായിരുന്നു. ഗവർണർ ഇറങ്ങുന്ന സമയം പെൺകുട്ടികളടക്കം മതിൽ ചാടി ഗസ്റ്റ് ഹൗസ് വഴിയിലെത്തിയതോടെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി അറസ്റ്റ് ചെയ്തു നീക്കി. സംഘ ചാൻസലർ ഗോബാക്ക്, സവർക്കറെ യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമരം തുടർന്ന വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിലെ വഴിയിലൂടെ ദേശീയപാതയിലെത്തി പ്രതിഷേധ റാലിയായി മുന്നോട്ട് നീങ്ങി. SFI സമരം തുടരുമെന്നും ഗവർണർ രാജ്ഭവനിലെത്തും വരെ അദ്ദേഹത്തിന് ചുറ്റും പ്രതിഷേധം ഉയരുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM R ഷോ പറഞ്ഞു. ഇല്ല, ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ സമരത്തിന്റെ തുടർച്ച തിരുവനന്തപുരം വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെ ഉണ്ടാകും. സമീപ ദിവസങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. ശക്തമായ സമരങ്ങളുമായിട്ട് SFI കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. നിലവിലെടുത്തിട്ടുള്ള ഈ തീരുമാനം ഇത് കേവലം കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സമരമല്ല. ആ നിലയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്നത്തോടെ ഈ സമരം അവസാനിച്ചു എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലയിലല്ല, വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത് അതിശക്തമായ പ്രക്ഷോഭങ്ങളായിരിക്കും. യൂണിവേഴ്സിറ്റി ദേശീയപാതയിൽ CPIM പ്രവർത്തകരും നാട്ടുകാരും അഭിവാദ്യങ്ങളുമായി എത്തി. പ്രകടനശേഷം നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. SFI തുടങ്ങിവെച്ച സമരം കേരളം വേഴ്സസ് RSS എന്നായി മാറുമെന്നും സ്വരാജ് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന അക്കാദമിക് രംഗത്ത് മികച്ച അടയാളങ്ങൾ തീർത്ത ഒരു വിദ്യാർത്ഥി പോലും വർഗീയവാദിയല്ല എന്നതുകൊണ്ടാണ് ഒരു സർവകലാശാല കേന്ദ്രത്തിലും ഇക്കൂട്ടർക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിയാതെ പോകുന്നത്. കേരളത്തിലെ സർവകലാശാല സെനറ്റുകളിൽ തങ്ങളുടെ പ്രതിനിധികളായി വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവരിൽ ഒരൊറ്റ വർഗീയവാദിയില്ല. ആ മഹത്തായ ചരിത്രത്തെയാണ്, ആ മഹാപൈതൃകത്തെയാണ് ഗവർണർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം സർവകലാശാല അധ്യാപകരും ജീവനക്കാരും ഇന്ന് കരിദിനം ആചരിച്ചു. ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.